വളരെ വിചിത്രമായ ഒരു കുറ്റസമ്മതം ഞാൻ കണ്ടു. മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജിയായിരുന്ന റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയാണ് ജസ്റ്റിസ് ചൊക്കലിംഗം പറഞ്ഞ ഒരു കാര്യം. ഒരു മീറ്റിങ്ങിൽ ഘോരഘോരം പ്രസംഗിച്ചതാണ് അദ്ദേഹം. അപ്പോൾ അത് വളരെ രസകരമായും തോന്നി ആ കാര്യം കേട്ടപ്പോൾ. ഞാൻ അദ്ദേഹം 28 വർഷം ജഡ്ജിയായിരുന്നു എന്ന്. ഓക്കെ, കൊള്ളാം, നല്ലത്. ഞാനും ഏതാണ്ട് അതിനടുത്തുള്ള വർഷങ്ങളിൽ ജഡ്ജിയായിരുന്ന ആളാണ്. 28 വർഷം ജഡ്ജിയായിരുന്നു. ഞാൻ ഏതാണ്ട് 1,00,000-ഓളം ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ട്, വിധിന്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഞാനല്ല എഴുതിയിരിക്കുന്നത്, അതൊക്കെ മുരുകനാണ് എഴുതിയിരിക്കുന്നത്. അതായത് മുരുകൻ, ശ്രീ മുരുകൻ ആണ് അത് എഴുതിയേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്നറിയോ, മുരുകൻ ആ ജഡ്ജ്മെന്റ് എഴുതിയേക്കുന്നത്. കാരണം മുരുകൻ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന്. അത് കേട്ടാണ് അദ്ദേഹം വിധിന്യായം പറയുന്നത്, വിധി പറയുന്നത്. അപ്പോൾ ഈ ശമ്പളം വാങ്ങിച്ചത് ആരാണ്? മുരുകനാണ്. നമ്മൾ ചിന്തിക്കണം. ശമ്പളം വാങ്ങിച്ചത് ഈ ജഡ്ജിയല്ലേ? ഇത് പറയാനുള്ള ധൈര്യം ഈ ജഡ്ജിക്ക് എങ്ങനെ കിട്ടി എന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വളരെ പുഴുക്കുത്തുകളായി മാറുന്ന ആളുകളാണ് ഈ രീതിയിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത്. കാരണം അവര് ജഡ്ജ്മെന്റ് എഴുതുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജോലിയല്ല. ജഡ്ജ്മെന്റ് എഴുതുന്നത് അതിപ്പോൾ ഒരിക്കൽ മുമ്പൊരാൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇദ്ദേഹത്തിന് കിട്ടിയ പ്രചോദനം നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞില്ലേ രാമക്ഷേത്രത്തിനെ കുറിച്ച്, കേട്ടോ. അത് ബാബറി മസ്ജിദിന്റെ ആ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം, ആ കേസിൽ വിധി പറഞ്ഞത്, കേട്ടോ, ദൈവം രാമൻ പറഞ്ഞു കൊടുത്തതാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അത് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടോ എല്ലാവർക്കും തോന്നി. എനിക്ക് തോന്നുകയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ആ ശ്രീരാമൻ എന്ന് പറയുന്ന ആ കേസിൽ ഒരു കക്ഷിയായി യഥാർത്ഥത്തിൽ എന്നേ നമ്മൾ കണക്കാക്കാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു കൊടുത്ത ജഡ്ജ്മെന്റ് എഴുതുന്നെങ്കിൽ പിന്നെ വേറെ ആർക്കും കാര്യമൊന്നുമില്ലല്ലോ അതിനകത്ത്. ആ രീതിയിലേക്ക് പോയി ആ കാര്യങ്ങൾ. അപ്പൊ അത് കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ഇപ്പൊ നമ്മുടെ ജസ്റ്റിസ് ചൊക്കലിംഗം ഈ രീതിയിൽ പറയാനിടയായത്. അതായത് ജഡ്ജ്മെന്റ് എഴുതിയതൊന്നും അദ്ദേഹമല്ല, എല്ലാം മുരുകനാണ് ജഡ്ജ്മെന്റ് എഴുതിയത്. ഈ ശമ്പളം വാങ്ങിച്ചത് ഇദ്ദേഹമാണ്. എല്ലാ പാരഫർണയിലെയും ജഡ്ജി എന്ന് പറയുന്ന അനുഭവിച്ചത് ഇദ്ദേഹമാണ്. അല്ലാതെ അത് നമ്മുടെ ദൈവമായിട്ടുള്ള മുരുകനല്ല. പക്ഷേ ജഡ്ജ്മെന്റ് എഴുതിയത് മുരുകനാണ് എന്ന് പറയുമ്പോൾ ഈ ജഡ്ജി എന്തിനാ അവിടെ പോയിരുന്നത്? ഇതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നതിലും നല്ലത് അമ്പലത്തിലെ പൂജാരിയെ നിയമിച്ചാൽ പോരെ? മുരുകന്റെ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. പറഞ്ഞു കൊടുക്കുമല്ലോ ഏതാ ശരിയെന്ന്. അത് മതിയായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് എതിരാണ്. അതുപോലെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വളരെ എതിരാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ അവഹേളനാപരമായ ഒരു പ്രസ്താവനയായിപ്പോയി ഈ ചൊക്കലിംഗത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഈ പ്രസ്താവന.